ഏവർക്കും കേരള പച്ചയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം ബഹുമുഖ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വിശിഷ്ടാതിഥിയാണ്. മുൻ IAS ഉദ്യോഗസ്ഥനും വയലാർ അവാർഡ് ജേതാവും സാഹിത്യ, സിനിമ, സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവുമായിട്ടുള്ള ശ്രീ KV മോഹൻകുമാർ. സ്വാഗതം സർ. ഉഷ്ണരാശിയിൽ നിന്ന് ആരംഭിക്കാൻ പോകും സർ. പുന്നപ്ര വയലാറിൻ്റെ ഒരു കാലഘട്ടം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടയാളപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായിരുന്നു. ഒരു ജനപക്ഷ ബദലായിട്ട് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം മാറി വരികയാണ്. സാർ എങ്ങനെ വിലയിരുത്തും? കേരളത്തിൻ്റെ ഒരു ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ഒരു രജത രേഖയായിട്ട് വന്നത് കമ്മ്യൂണിസ്റ്റ് പുരോഗമന ആശയങ്ങളാണ്. 1930-കളിൽ കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് ഒരു ജന്മിത്ത മുതലാളിത്ത വ്യവസ്ഥിതികളും അതുപോലെ തന്നെ ഈ അധികാര ദുഷ്പ്രഭുത്വവും എല്ലാം ഒരുമിച്ച് നിന്ന് ജനങ്ങളോട് വല്ലാത്തൊരു നിഷ്ഠൂരമായ സമീപനം സ്വീകരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ശരിക്കും ജനങ്ങളെ അതിനെതിരെ പ്രബുദ്ധരാക്കിയതും ജനങ്ങളെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന് സഹായിച്ചതും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടമാണ്. അതില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളം മറ്റൊരു ഉത്തർപ്രദേശോ ഒരു ബീഹാറോ ഒരു ഛത്തീസ്ഗഡോ മധ്യപ്രദേശൊക്കെ ആയി തീർന്നേനെ. ഇന്ന് കേരളം നമ്മൾ ഇത്രയേറെ ഒരു പുരോഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് അന്ന് ഇവിടെ വിത്തുപാകിയ പുരോഗമന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അന്ന് ആ കാലത്ത് ജീവൻ ബലികഴിക്കാൻ പോലും തയ്യാറായ ഒരുപാട് പേര് മുന്നോട്ട് വന്നു. അവരുടെയൊക്കെ ഒരു ജീവത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത്രയും വേരോടിയതും. അപ്പോൾ കേരളത്തിൽ അന്ന് തുടങ്ങിയ ഒരു ഇടതുപക്ഷ മനസ്സ് രൂപപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൻ്റെ ഒരു സാമൂഹിക മനസ്സ്, ഒരു പൊതു മനസ്സ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മനസ്സാണ്. നമുക്ക് കാണാൻ പറ്റി കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും ഇടതുപക്ഷ മനസ്സുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന കേരളീയരും ആ ഒരു ഇടതുപക്ഷ പുരോഗമന മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ ബദൽ എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ സ്വീകാര്യതയും അതുതന്നെയാണ്. കേരളത്തിൻ്റെ പൊതുമനസ്സിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെയും എക്കാലത്തെയും പ്രസക്തിയും. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളാണ്. ഒന്ന് പൊതുഭരണ രംഗത്തുണ്ട്, മറ്റൊന്ന് സാഹിത്യ രംഗത്തുണ്ട്. പൊതുഭരണ രംഗത്ത് റൂറൽ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന നമ്മുടെ ജനകീയ ആസൂത്രണം മുതലുള്ള ഒരു കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷം നയിച്ച ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. സാർ എങ്ങനെ വിലയിരുത്തുന്നു? ശരിക്കും ജനകീയാസൂത്രണത്തിലൂടെയാണ് കേരളത്തിലെ ശരിക്കും നമ്മുടെ അടിസ്ഥാന സംവിധാനത്തിന് ഒരു വലിയൊരു ജനകീയമായൊരു മുഖച്ഛായ കൈവരുന്നതും നമ്മുടെ ഭാവി എന്തായിരിക്കണം, നമ്മുടെ ഭാഗധേയം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാൻ അവസരം കൊടുത്തതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വലിയ വലിയ വികസന സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞത്. അത് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ് കേരളത്തിൽ. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഞാൻ അന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. ആ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് എന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് നിയമിക്കുന്നത്. ആ സമയത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമുണ്ടായിരുന്നു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എയ്ഡഡ് സ്കൂളുകൾ മിക്കതും തന്നെ അടച്ചുപൂട്ടുന്നൊരു സാഹചര്യമായിരുന്നു. കാര്യം അത് ലാൻഡ് മാഫിയയുടെയൊക്കെ സ്വാധീനം കൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ, വിദ്യാലയം നടത്തുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ആ ഭൂമി മറിച്ച് വിറ്റാൽ കിട്ടുമെന്ന് സ്വകാര്യ മാനേജ്മെൻറ്റ് തോന്നലുണ്ടാക്കുമ്പോഴേ അവർ സ്വാഭാവികമായിട്ട് വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തയ്യാറാവുന്നു. അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിയാനും ഒക്കെ ആയിട്ട് വിദ്യാലയങ്ങൾ വഴിമാറി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങളെല്ലാവരും നേരിട്ടിരുന്ന ഒരു വലിയ ഭീഷണി, എങ്ങനെ ഈ അടച്ചുപൂട്ടൽ ഭീഷണിയെ നമുക്ക് മറികടക്കാം എന്നുള്ളതായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥും അവരൊക്കെ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആദ്യത്തെ സർക്കാർ തന്നെയാണ് 5 വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയിരുന്ന 5 വിദ്യാലയങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. ഒരു വലിയ വിപ്ലവകരമായൊരു തീരുമാനമായിരുന്നു. കോഴിക്കോടും മലപ്പുറത്തും തൃശ്ശൂരും 3 ജില്ലകളിലായിട്ട് അടച്ചുപൂട്ടാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. അവിടുത്തെ വിദ്യാർത്ഥികളെയൊക്കെ പറഞ്ഞയച്ചു. ആ ഒരു സ്ഥിതിയായിരുന്നു. ഒരു തുടർ വിദ്യാഭ്യാസം അവിടെ നടക്കില്ല എന്നൊരു സാഹചര്യം വന്നു. അവർക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കുക, കുട്ടികൾക്ക് മറ്റ് സ്കൂളുകളിൽ പോയി ചേരാൻ പറയുക. അവർക്ക് വേറെ താല്പര്യങ്ങളാണ്, മാനേജ്മെൻറ്റ് വേറെ താല്പര്യങ്ങളായിരുന്നു. ഗവൺമെൻറ് വളരെ ധീരമായിട്ട് ഈ 5 വിദ്യാലയങ്ങൾ ഏറ്റെടുക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ്.
ഞാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്ന സമയത്ത് നടന്നൊരു കാര്യമാണ്. അത്രയും ഒരു ഒരു ചങ്കൂറ്റവും ഒരു എന്താ പറയുക ആത്മബലവുമുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ നമുക്കന്ന് സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞത്. അതിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മഹത്തായ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകുന്നത്. ആ ഒരു ജനകീയ മുന്നേറ്റം എന്നുള്ള ഒരു പരിധിയിൽ നിൽക്കാതെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സഹായം കൂടി കിട്ടി. ഇപ്പോൾ കിഫ്ബി വഴി വലിയ തോതിൽ മുതൽ മുടക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞപ്പോഴത്തേക്കും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയൊരു മുഖച്ഛായ മാറ്റം ഉണ്ടായി. ഇന്ന് നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ ഏത് ഭാഗത്ത് നമ്മൾ പോയി നോക്കിയാലും ഏതൊരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്വകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളിനേക്കാളും വിദ്യാലയത്തെക്കാളും ഒരുപടി മുന്നിലാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പഠന മികവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു മാറ്റം ഉണ്ടായത് ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് കേരളത്തിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ താഴേക്ക് വരുമായിരുന്നു. പൊതുവിദ്യാലയങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം താഴേക്ക് പോകുമായിരുന്നു. പല വിദ്യാഭ്യാസ വിദഗ്ധന്മാരും വിശകലനം ചെയ്ത് പറയുകയുണ്ടായി, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. സർക്കാർ സ്കൂളുകളിലൊന്നും കുട്ടികൾ വരാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇതിൽ കൂടുതൽ കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കൊക്കെ പോവുകയാണ്. മറ്റ് സ്കൂളുകളിലേക്ക് വലിയ ഫീസ് കൊടുത്തു പോകുന്നു. നിവൃത്തിയില്ലാത്ത ആൾക്കാർ പോലും പോകാൻ നിർബന്ധിതരായി തീരുന്നു. നമ്മുടെ സ്കൂളുകളിൽ നല്ല വിദ്യാഭ്യാസം കിട്ടില്ല എന്നൊരു ധാരണ പരക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും സർക്കാരിൻ്റെ ഒരു സക്രിയമായ ഇടപെടലിൻ്റെ ഫലമായിട്ട് 2017-18 കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 30 വർഷത്തിലധികമായിട്ടാണ്, 37 വർഷത്തിന് ശേഷം നമ്മുടെ അഡ്മിഷൻ്റെ ഗ്രാഫ് താഴേക്ക് പോയിരുന്ന ഗ്രാഫ് പെട്ടെന്ന് മുകളിലേക്ക് തിരിയാണ്. വലിയൊരു അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. എന്ന് പറയുമ്പോൾ ജൂൺ 1-ാം തീയതി സ്കൂളിൽ വന്ന് ചേരുന്ന കുട്ടികളുടെ കണക്കെടുത്താണ്, അന്ന് സ്കൂളിലുള്ള കുട്ടികളുടെ കണക്ക് എടുത്തിട്ടാണ് ജൂൺ 1 മുതൽ ഉള്ള ആദ്യത്തെ ഒരാഴ്ചക്കാലത്തെ കണക്കെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ശേഖരിക്കുന്നത്. ആ സമയത്ത് കുട്ടികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയെന്ന് മാത്രമല്ല, നമ്മുടെ പല പൊതുവിദ്യാലയങ്ങളിലും രക്ഷിതാക്കൾ അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അതൊരു അതിശയോക്തി പറയുന്ന കാര്യമല്ല. കേരളത്തിലെ ഒട്ടുമിക്ക പൊതുവിദ്യാലയങ്ങളിലും രക്ഷിതാക്കൾ വന്ന് തങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി കേരളത്തിൽ. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നും കേരളം നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖല നമുക്കിപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അക്കാഡമിക് മികവ്, കുട്ടികളുടെ പഠന മികവിലും ബോധന മികവിലും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ സ്കൂളുകളും കമ്പ്യൂട്ടർവൽക്കരിക്കാൻ കഴിഞ്ഞു. വലിയ സാമ്പത്തിക ശേഷിയുള്ള സ്വകാര്യ സ്കൂളുകൾക്ക് പോലും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയത്. അങ്ങനെ അക്കാഡമിക് മികവിൻ്റെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, സാങ്കേതിക മികവിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ഒരുപോലെ തന്നെ മുന്നോട്ട് വരാനായിട്ട് കേരളത്തിന് കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്തത്ര വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നൂൺമീർ പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിലും കേരളം, ഞാനന്ന് സ്ഥിരമായിട്ട് ദേശീയ തലത്തിലുള്ള അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലായിരുന്നു കേരളം. കേന്ദ്രത്തിൻ്റെ ഫണ്ടുണ്ട്, സത്യമാണ്. പക്ഷേ അതിനപ്പുറമായിട്ട് നമ്മൾ സംസ്ഥാനം കൂടുതൽ ഫണ്ട് അതിലേക്ക് കൊടുക്കുകയാണ്. കേന്ദ്ര സർക്കാർ തരുന്ന ഫണ്ടിനേക്കാൾ കൂടുതലായിട്ട് സംസ്ഥാന സർക്കാരിലൂടെ വിഹിതം നൽകിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു കാഴ്ച ഇവിടെ കാണാൻ കഴിഞ്ഞത് ഏറ്റവും നല്ല ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, കുട്ടികളുടെ വളർച്ചയുടെ കാര്യത്തിൽ, അവരുടെ മാനസികവും ശാരീരികവും കായികവുമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വളർച്ചയുടെ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമീപനം നയം നമുക്ക് രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞു, നടപ്പാക്കാൻ കഴിഞ്ഞു. അത് ഇടതുപക്ഷ ഗവൺമെൻറ് ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു വിഷയമാണത്. ഇപ്പോഴും എനിക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം അത് തന്നെയാണ്. ആ ഒരു കാലത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴേ ചില കാഴ്ചപ്പാടുകൾ, ചില പ്രത്യേകതരം കാഴ്ചപ്പാടുകൾ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഇപ്പോഴേ കേന്ദ്രം പെരുമാറുന്നത്. ഇപ്പം ഫണ്ട് തരുന്നതിലായാലും പോലും ഇപ്പം ഒരു പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ഫണ്ട് നിങ്ങൾക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളൊരു നിലയൊക്കെ വരുന്നുണ്ട്. പിന്നെ കേരളം ഒരു തരത്തിൽ അതിന് ഒരു പോരാട്ടത്തിൽ തന്നെയാണുള്ളത്. സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമുക്കറിയാം, അത് ഒരുപാട് വിവാദമായൊരു വിഷയം കൂടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം നമുക്ക് പൂർണ്ണമായിട്ടും സ്വീകരിക്കാവുന്ന ഒന്നല്ല എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരുമൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. കാര്യം അത് പൂർണ്ണമായ രീതിയിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു നയമല്ലത്. ബഹുസ്വര സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമല്ല കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ചരിത്രത്തെ പോലും സംസ്കരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ചരിത്രത്തിന് പാഠഭേദങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള
ഭാഗങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ ഒരു പഠനക്രമം തയ്യാറാക്കുക, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമല്ലത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ചില ഇതുപോലെ ചില സ്ട്രിക്റ്റേഴ്സൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യപരമായ ഒരു നടപടിയായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അത് വളരെ ഏകാധിപത്യമായ ഒരു നയ സമീപനമാണ്. ഇപ്പോൾ PM ശ്രീ പോലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവർ നിഷ്കർഷിക്കുന്ന പല നിബന്ധനകളും അത് നമ്മുടെ ഒരു ഫെഡറൽ സ്വഭാവത്തിന് തന്നെ ദോഷം ചെയ്യുന്നതാണ്. നമ്മളൊരു ഫെഡറൽ സംവിധാനമല്ലേ. സ്റ്റേറ്റിനും വിദ്യാഭ്യാസത്തിൽ സ്റ്റേറ്റിന് പങ്കുണ്ടല്ലോ. കേന്ദ്രത്തിൻ്റെ മാത്രം അധികാരം വരുന്ന യൂണിയൻ ലിസ്റ്റിലല്ല വിദ്യാഭ്യാസം വരുന്നത്. അപ്പോൾ സ്റ്റേറ്റിനായിട്ടുള്ള റോളുണ്ട്, സ്റ്റേറ്റിനും അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ സ്വാതന്ത്ര്യം അനുവദിക്കാതെ പൂർണ്ണമായിട്ടും ഒരു കേന്ദ്ര ഏകാധിപത്യ സമീപനം സ്വീകരിക്കുന്നത് വളരെ പിന്തിരിപ്പനായിട്ടുള്ളൊരു നിലപാടാണ്. നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് 10 വർഷങ്ങളായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മേഖലകളിൽ നിന്ന് ചില എതിർശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് തുടർഭരണം എന്നുള്ള ഒരു പ്രക്രിയ സംബന്ധിച്ചാണ്. എന്താണ് സാറ് അതിനെ ഏതൊരു വിധത്തിലാണ് വിലയിരുത്തുന്നത്? ഞാൻ ഒരു തുടർഭരണത്തെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ നാടിന് ശരിക്കും വേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. അതുപോലെ തന്നെ ഗതാഗത സൗകര്യങ്ങളുടെ വികസനം, ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അധികം ആവശ്യമാണ്. ഞാൻ IAS ഉണ്ടായിരുന്ന കാലത്ത് ഹയർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് സൗത്ത് കൊറിയ വിസിറ്റ് ചെയ്യാനിടയായി. അന്ന് അവിടെ കൊറിയൻ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, 50കളിൽ പട്ടിണിയിലായിരുന്ന ഒരു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിൽ ഒന്നായിട്ട്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വികസിത രാജ്യമായി മാറിയതിൻ്റെ പിന്നിലെ പ്രധാന ഒരു ചാലക ശക്തി എന്താണെന്ന് വെച്ചാൽ അവരുടെ ബജറ്റിൻ്റെ 35% പോളിൽ നിന്ന് ബുസാനിലേക്കുള്ള ഹൈവേ നിർമ്മിക്കാനായിട്ട് മാറ്റിവെച്ചു എന്നുള്ളതാണ്. ബുസാൻ ഒരു തുറമുഖ പട്ടണമാണ്. ബുസാനിലേക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ സ്ഥാപിക്കാൻ വേണ്ടി അന്നത്തെ പാർലമെൻറ്റിൽ അന്നത്തെ അവരുടെ പ്രസിഡന്റ് എടുത്തൊരു തീരുമാനം. ആദ്യമൊക്കെ ഒരുപാട് എതിർപ്പുണ്ടായി. പക്ഷേ ടോട്ടൽ ബജറ്റിൻ്റെ 35% ഈ ഒരു എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി നീക്കിവെച്ചു. അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ശരിക്കും കൊറിയയുടെ വികസനത്തിൻ്റെ ആണിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ സോളിൽ നിന്നും ബുസാനിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണമാണ് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു തീരുമാനമാണ് കൊറിയയുടെ ചരിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയതും കൊറിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വികസിത രാജ്യമാക്കി തീർക്കുന്നതും. അതോടെ കൊറിയ വ്യാവസായികമായിട്ട് ഒരുപാട് മുന്നേറുകയാണ്. നമ്മുടെ ഇവിടെയും ശരിക്കും വേണ്ടത് അതുപോലുള്ള വികസനങ്ങളിലുള്ള മുന്നേറ്റമാണ്. നമുക്കിവിടെ സാങ്കേതിക രംഗങ്ങളിൽ, നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ, നമ്മുടെ റോഡുകളിൽ ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരോഗ്യ മേഖലയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു, പാർപ്പിട മേഖലയിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാരിസ്ഥിതിക മേഖലയിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറ്റങ്ങൾക്കൊരു തുടർച്ച ആവശ്യമാണ്. അങ്ങനെ ഒരു തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാറ്റങ്ങളെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാറ്റങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അതല്ല തിരിച്ച് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ഒരു ഭരണ സംവിധാനം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകും. നമ്മൾ ഏറ്റെടുത്ത വികസനം മുന്നോട്ട് പോകത്തില്ല. ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ എന്തുകൊണ്ടാണ് തുടർഭരണം ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇതുകൊണ്ട് തന്നെയാണ്. കേരളത്തിൻ്റെ വികസനം കൂടുതൽ ദീപ്തമാവുന്നതിന് വേണ്ടി, കൂടുതൽ നല്ല വികസന സമീപനങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാവുന്നതിന് വേണ്ടി കേരളം നമ്മൾ ലക്ഷ്യമിടുന്നത് പോലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും ശരിക്കും ഈ ഒരു സംവിധാനം തുടരേണ്ടത് ആവശ്യമാണ്. പൊതുജനാരോഗ്യ രംഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം വലിയൊരു പൊതുജനാരോഗ്യ രംഗം എന്തോ കേരളത്തിൽ വളരെ മോശമാണ് എന്ന് ചിത്രീകരിക്കപ്പെടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഒരു പൊതു ഇടത്തിൽ വെച്ചിട്ട് ആക്രമിക്കുന്ന രൂപത്തിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് പോയിന്റായിട്ട് ഈ പൊതുജനാരോഗ്യ രംഗം മാറുന്നത്? എനിക്ക് പൊതുജന ആരോഗ്യ രംഗമായിട്ട് കുറച്ച് ബന്ധമുള്ളത്, ഞാൻ ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് പാലക്കാടും കോഴിക്കോടും അവിടുത്തെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളുടെയൊക്കെ വികസന സമിതി ചെയർമാനായിരുന്നു. കളക്ടറാണ് ചെയർമാൻ. ആ നിലയ്ക്ക് എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് എനിക്ക് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ കണ്ട ആരോഗ്യ സ്ഥാപനങ്ങളല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ്. ഒരുപാട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ആധുനിക സജ്ജീകരണങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ
പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ വളർന്നിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ പോയി നമ്മൾ നോക്കിയാൽ പോലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും കേരളത്തിലെ സാമാന്യരായിട്ടുള്ള ജനങ്ങൾക്ക് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കാൻ മാത്രമേ മാർഗമുള്ളൂ. എന്നാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മറുഭാഗത്ത് ഈ പ്രചരണങ്ങളുടെ പിന്നിൽ ഒരുപക്ഷെ വലിയ ലാഭം കുറിച്ചുകൊണ്ട് ചികിത്സയ്ക്കായി വരുന്നവരെ കൊള്ളയടിക്കുന്ന ചില സ്വകാര്യ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളുമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അവരുടെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കും എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ പോവാതെ മറ്റ് ആശുപത്രികളിൽ പോകുന്നവർക്കുണ്ടാകുന്ന ചില വലിയ ദുരവസ്ഥകളുണ്ട്. അപ്പം അതിലേക്ക് എനിക്ക് തോന്നുന്നു ജനങ്ങളെ ഒരു പൊതുജനാരോഗ്യ മേഖലയെ താറടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും കൂടി മറുവശത്തേക്ക് ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്തോ ചില ദുഷ്ടലാക്ക് അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. വികസനം ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു വർഗീയത ഒരു കേരളത്തിൽ ഏറിയും കുറഞ്ഞും ചർച്ചയായിട്ട് വരുന്നുണ്ട്. പണ്ട് ഒരു 10 വർഷം മുമ്പ് വർഗീയതയോട് നമ്മൾ കേരളത്തിലും പൊതുവെ ഇന്ത്യയിലും കാണിച്ചൊരു മനസ്സല്ല നിലവിൽ വർഗീയത എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവിക ഘടകമായിട്ട് പൊതുജീവിതത്തിലൊരു സ്വാഭാവിക ഘടകമായിട്ട് വർഗീയത മാറുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ കാര്യം തന്നെ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടുകളാണ്. നമ്മളൊരു ബഹുസ്വര സമൂഹമാണ്. ഒരു മഴവില്ലിന് 7 നിറങ്ങൾ, പ്രത്യക്ഷത്തിൽ 7 നിറങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ആ മഴവില്ലിൻ്റെ മനോഹാരിത നമ്മൾ ആസ്വദിക്കുന്നത്. ആ മഴവില്ല് ഒറ്റ നിറമോ 2 നിറമോ മാത്രമായി കഴിഞ്ഞാൽ മഴവില്ലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ ഒരു ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു മഴവിൽ കാഴ്ചയാണ്. എന്നാൽ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ആ നിറങ്ങൾ ഇല്ലാതാക്കി ഏതെങ്കിലും ഒരു നിറത്തിന് മാത്രം പ്രാധാന്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മഴവില്ലിനെ കൊണ്ടുപോവുക എന്ന് പറയുന്ന ആ ഒരു സമീപനം തന്നെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു വർഗത്തിനോ പ്രാമാണ്യത്വം കിട്ടുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ എന്താ പറയുക, കുട്ടിക്കാലം തുടങ്ങി നമ്മൾ വളർന്നു വന്ന ഒരു സമൂഹമുണ്ട്. എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് നമ്മൾ സ്നേഹത്തോടെ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ആ ഒരു കാലത്തിന് വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പം. അന്ന് ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം പലരുടെയും മനസ്സിൽ നിന്ന് ഇല്ലാതാവുന്ന രീതിയിലുള്ള ഒരുപാട് വർഗീയ വിദ്വേഷം നമ്മുടെ സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. കുറേ പേരെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം എന്നെപ്പോലുള്ളവരൊന്നും ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല. പക്ഷേ അത് ബാധിച്ച ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പുറമേ പൊതുവേദികളിൽ നമ്മൾ മതേതരത്വം പറയുകയും വീടുകൾക്കുള്ളിൽ ഈ വർഗീയത പറയുന്ന അവസ്ഥ വളരെ ധാരാളമാണ് കേരളത്തിൽ. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെടാനുള്ള കാരണം തന്നെ ഇങ്ങനെയുള്ള വർഗീയ വിദ്വേഷങ്ങൾ പരക്കുന്നതാണ്. അതിനെതിരെ നിലപാട് എടുക്കുന്ന ഒരു അധികാര സമീപനമാണ്, ഒരു രാഷ്ട്രീയ സമീപനമാണ് ശരിക്കും ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കേരളത്തിൽ കൂടുതൽ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷ ഭരണം കേരളത്തിൽ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക്, ഇനിയും അത് തുടർന്ന് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിലെ ഒരു എന്താ പറയുക, ഒരു മതേതര ഒരു സമൂഹത്തിനെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വർഗീയ ചേരിതിരിവുകളിലൂടെ പോവുകയും മനുഷ്യർ പരസ്പരം കലഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ സെഷൻ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മോഹൻകുമാർ സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു.